ചില ആളുകളുടെ വിചാരം പ്രസംഗം എന്ന് പറഞ്ഞാൽ വെല്ലുവിളി മാത്രമാണ്. എപ്പോഴും വെല്ലുവിളിക്കുക, അനങ്ങിയാ വെല്ലുവിളിക്കുക. ഈ വെല്ലുവിളിന്റെ വിലനെ പോയി. ഇത്തരം ആളുകൾ പ്രസംഗിക്കുമ്പോൾ ഫുള്ള് വെല്ലുവിളിയാണ്. ഇങ്ങനെയൊക്കെ പറയാൻ എന്നിട്ട് എന്താ പറയണത്? പാതി പഠിച്ച അഭ്യാസവുമായി വന്നാൽ മുഴുവൻ പഠിച്ച അഭ്യാസത്തിൽ ഞങ്ങൾ ഇറങ്ങുന്നു. നിങ്ങൾ ഇറങ്ങിയാലും ഞങ്ങളെ മൂക്കിൽ വലിക്കും. ഇത് എന്താ ഈ പറയുന്നത്? എന്നിട്ട് ഞങ്ങൾ അതിന് തീരുമാനിച്ചിട്ടില്ല. അത് കൊള്ളാം അല്ലേ? ഞങ്ങൾ അതിന് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിച്ചാൽ നിങ്ങൾ ആരും ഉണ്ടാവില്ല. എത്ര പരിഹാസ്യമായ വെല്ലുവിളിയാണിത്! ഇത് കേട്ടോര് ചിരിക്കും അല്ലേ? ഇങ്ങനെ കുറെ കഥാപാത്രങ്ങൾ സമൂഹത്തിലുണ്ട്. രാഷ്ട്രീയത്തിൽ ആശയ സംവാദങ്ങൾ ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിന് ഇത്തരത്തിലുള്ള രീതികളൊന്നും ആരും അവലംബിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. പ്രസംഗം എന്ന് പറഞ്ഞാൽ വെറും വെല്ലുവിളിയല്ല. രാഷ്ട്രീയം പറയണം, സാമൂഹ്യ കാര്യങ്ങൾ വിശദീകരിക്കണം. വെല്ലുവിളിയാണ് പ്രസംഗം. ഒരു പ്രസംഗത്തിൽ ഒരു 10 വെല്ലുവിളി ഉണ്ടായാലേ പ്രസംഗമാവുമെന്ന് കരുതരുത്. അതിനൊക്കെ സമൂഹം അങ്ങനെ കാണുന്നുണ്ട്. എന്തേലും ബിലാലോ ഒക്കെ പറഞ്ഞിട്ടൊരു ഭയങ്കര പ്രകടനം, അതിന് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ വലിയ കൊലവിളിയൊക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങളെ കാര്യം. ചില പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ അപ്പ ഛർദ്ദിക്കാനാ വരും. അത് കേട്ടിരുന്നാൽ അപ്പ ഛർദ്ദിക്കാൻ വരും. പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായും നല്ല ഉൾക്കാമ്പോട് കൂടി സംസാരിക്കുക. വെറുതെ എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കി പ്രസംഗിക്കുന്ന ആളുകളല്ല. ഇപ്പം ചില ആളുകളുടെയൊക്കെ പ്രസംഗം കേട്ടാൽ ഓക്കാനിക്കാൻ വരും. ചില പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ അപ്പ ഛർദ്ദിക്കാനാ വരും. അത് കേട്ടിരുന്നാൽ അപ്പ ഛർദ്ദിക്കാൻ വരും. ചിലത് പറഞ്ഞാൽ ഒന്നും തിരിയുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. പറഞ്ഞു മനസ്സിലായോ? വേറെ ചില വിദ്വാന്മാർ ഇങ്ങനെ ഗൗരവത്തിൽ വട്ടിമുറി പോലെ നിന്നിട്ട് ഇങ്ങനെ ഗർജിക്കുന്നത് കേട്ടാൽ ഇതാണ് പ്രസംഗം എന്ന് തോന്നുക. നോ, അല്ല പ്രസംഗം. ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ സമയത്തിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മുമ്പിൽ നിൽക്കുന്ന ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ എത്തിക്കാൻ സഹായകമായിട്ടുള്ള ശൈലിയോടും വാക്കുകളും പ്രയോഗിച്ചുകൊണ്ട് അത് എത്തിക്കുക എന്നുള്ളതാണ് പ്രഭാഷകന്റെ ചുമതല, പ്രാസംഗികന്റെ ചുമതല. ആ ചുമതല പ്രസംഗം എന്നതിനെ പറ്റി യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ പ്രവർത്തകർക്ക് ഒരു ക്ലാസ് കൊടുക്കണമെന്ന അഭിപ്രായക്കാരനാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വേണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിർബന്ധമായിട്ടും വേണം. എന്താ പ്രസംഗം? അതായത് പിന്നെ 5 കൂട്ടിയാൽ 10 എന്നുള്ള ഉത്തരം കിട്ടും. വേണ്ടേ? തീർച്ചയായിട്ടും. ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ കൂട്ടാൻ നിൽക്കരുത്. ഒരു 20 കൊല്ലം മുമ്പ് മണ്ണാർക്കാട് അങ്ങാടിയിൽ വിളിക്കേണ്ട മുദ്രാവാക്യം കുറേ വിവരമില്ലാത്ത എരപ്പന്മാർ വിളിച്ചു പറഞ്ഞാൽ അതോടുകൂടി വിളിച്ചു പറഞ്ഞ ആളുകൾ വെയിലത്ത് ടൈസ് കെട്ട പോലെ അങ്ങ് ഇല്ലാതെയായി എന്നല്ലാതെ വല്ലതും നടക്കും. അവരങ്ങ് പൂർണ്ണമായും ശൂന്യരായി പോയില്ലേ? മണ്ണാർക്കാട്ടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവർ അപഹാസ്യരായി പോയി. അതല്ലേ ഞാനൊന്ന് പ്രതികരിക്കുക പോലും ചെയ്യാത്തത്.